ഒരു മനുഷ്യനിങ്ങനെ മരുഭൂമിയിലൂടെ നടക്കുക, വിശ്വാസിയായ മനുഷ്യൻ കുറേ ദൂരം നടന്ന് ക്ഷീണിച്ച് അവശനായി ദാഹിക്കുക. അപ്പോൾ ആ സമയത്ത് ഈ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് വെള്ളം വേണം, ഇനി ഒരു അടി പോലും എനിക്ക് മുൻപോട്ട് വെക്കാൻ പറ്റത്തില്ല, ഞാൻ ക്ഷീണിച്ച് കുഴഞ്ഞ് ഇവിടെ വീണ് മരിക്കുമെന്ന് പറഞ്ഞു. ദൈവം ആ മനുഷ്യനോട് പറഞ്ഞു, നീ മുൻപിലേക്ക് പോവുക, അവിടുന്ന് വലത്തോട്ടുള്ള ദിശയിലേക്ക് നീ പോകുമ്പോൾ നിനക്ക് വേണ്ടി ഞാനൊരു കാര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്താണെന്ന് ദൈവം പറഞ്ഞില്ല. ഈ മനുഷ്യൻ കുറച്ച് ദൂരം നടന്നപ്പോൾ അദ്ദേഹത്തിന് മുൻപിൽ ഒരു കുളം കണ്ടു. അദ്ദേഹം നടക്കുന്ന നേർ ദിശയിൽ തന്നെ ഒരു കുളം കണ്ടു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ദൈവം പറഞ്ഞത് ചിലപ്പോൾ തെറ്റിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞ് ഓടി അദ്ദേഹം ആ കുളത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ആ വെള്ളമെല്ലാം കുടിച്ച് തന്നെ ദാഹമൊക്കെ അകറ്റി. പക്ഷേ ദൈവം ആ മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു ഫീസ്റ്റ് ആയിരുന്നു, ഒരു വിരുന്നായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ തൻ്റെ ബുദ്ധിക്ക് ചിലത് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ചെറിയ കാര്യം. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ വിശ്വസിക്കുന്നവരാണ്, പക്ഷെ ദൈവം പറയുന്ന എല്ലാ വാക്കും നമ്മൾ കേൾക്കാറുണ്ടോ? നമ്മളുടെ ബുദ്ധിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അയ്യോ അങ്ങനെ ചെയ്താൽ ശരിയാകത്തില്ല, ഇങ്ങനെ ചെയ്താൽ ശരി, നമ്മളോട് ചുറ്റും ആലോചന പറയാൻ ഒരുപാട് പേര് കാണും. പക്ഷേ ദൈവം